രക്ഷിക്കേ. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. Congrats. വാ. കപ്പെടുത്തോളൂ. മാഡം, ഞാൻ എന്റെ കൂട്ടുകാരെയും കൂടി സ്റ്റേജിലോട്ട് വിളിച്ചോട്ടെ? അതിനെന്താ, വിളിച്ചോളൂ. നീതു, അപ്പു, അമ്പാടി, വാ 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 വാ. മുതലാളി, മെഡലും മാലയൊക്കെ കിട്ടി ബോധിച്ചു. ഇനി കാശ് ആര് തരും? അതിന് പ്രത്യേകം ചോദിക്കണോ? നാടിന്റെ അഭിമാനമായ ചട്ടമ്പി പാറുവിന് എന്റെ അഭിനന്ദനങ്ങൾ. പാറുവിനെ പോലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അവസാന നിമിഷം വന്നു കയറിയിട്ടും ഈ മത്സരത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെയും പാറു ജയിച്ചു. നിങ്ങളോട് സംസാരിക്കാൻ പാറുവിനെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും മുതലാളി, സോഡ ഒന്നെടുത്ത് തന്നെ. എന്താ മുതലാളി ഇങ്ങനെ നോക്കുന്നേ? ഇത്രയും ദൂരം സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് തൊണ്ടയൊക്കെ വരണ്ടുപോയി. ഒരു സോഡ പോലും ചോദിക്കാൻ പാടില്ലേ? തൊട്ടടുത്തിരിക്കുന്നില്ലേ മിസ്റ്റർ രുദ്രപ്രതാപൻ, എടുത്തു കൊടുക്കണം. കുട്ടിയുടെ ഒരു ആഗ്രഹമല്ലേ? എന്താ മുതലാളി, ഇത് തുറന്നു തരാൻ ഞാൻ പ്രത്യേകം പറയണോ? എന്നെ തുറച്ചു നോക്കാതെ തുറക്ക മുതലാളി. പിടിക്കും മുതലാളി. എന്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാർക്ക് ഈ പാറുവിന്റെ അല്ല, നിങ്ങളുടെ ചട്ടമ്പി പാറുവിന്റെ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കഷ്ടപ്പെടാനുള്ള മനസ്സും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഒരു സൈക്കിൾ റേസിന്റെ കാര്യം പറയണോ? ജയിച്ച കപ്പ് എല്ലാവരും നന്നായിട്ട് കാണിക്കടാപ്പോ. ഇവിടെ ചിലരുടെയൊക്കെ വിചാരം ചതിയിലൂടെ പാറുവിനെ തോൽപ്പിക്കാം എന്നായിരുന്നു. അങ്ങനെ
ചതി മാത്രം ആയുധമാക്കിയ പാറിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിന് നല്ല ചങ്കൂറ്റം വേണം. എന്നെ തോൽപ്പിക്കാൻ അടുത്ത വർഷവും ഇവര് ഇതുപോലുള്ള തറ നമ്പറുകൾ ഇറക്കും. അതെനിക്കറിയാം. അവർക്ക് എല്ലാവർക്കും എന്റെ ഓൾ ദി ബെസ്റ്റ്. എന്താ ചേട്ടാ, ഞാനിവിടെ ഒരു മാസ് ഡയലോഗ് അടിച്ചിട്ടും ഒരാവേശം ഇല്ലാതിരിക്കുന്നെ? കൊട്ടി പെരുപ്പിക്ക് ചേട്ടാ. ആ അമ്മേ, പാറുന്റെ റേസ് ഒന്ന് കാണണമായിരുന്നു. അത് കാണേണ്ട കാര്യമൊന്നും ഇല്ല മോനെ. ഇവള് ജയിക്കുന്ന ഉറപ്പല്ലേ? നീ ഈ നാടിന്റെ അഭിമാനം മോളെ. ഇത് കണ്ടോ അമൃതേച്ചി, 50,000 ഉണ്ട്. ഇത് കൊണ്ടുപോയി ഡോക്ടർക്ക് കൊടുത്താ പെട്ടെന്ന് തന്നെ അമ്പാടിക്ക് വെപ്പുകാല വെച്ചു കൊടുക്കും. പിന്നെ ഇവനും ഞങ്ങളുടെ കൂടെ ഓടി നടന്ന് കളിക്കും. പിടിക്ക്. എന്തിനാ ചേച്ചി ഇപ്പൊ കരയുന്നേ? പിടിക്ക്. സ്വന്തം കുഞ്ഞിന്റെ വൈകല്യം കാണേണ്ടി വരുന്നതിനേക്കാൾ വേദന ഒരമ്മയ്ക്ക് കിട്ടാനില്ല മോളെ. ബാക്കി കുട്ടികളൊക്കെ ഓടിച്ചാടി കളിക്കുന്നത് കണ്ട് എന്റെ മോൻ മാത്രം വിഷമിച്ച് മാറി നിൽക്കുന്നത് കാണുമ്പോ ഞാൻ തകർന്നു പോകാറുണ്ട്. ദൈവം എന്തിനാ ഞങ്ങള് ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നീ കാരണം ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ തീരാൻ പോവാ മോളെ. എന്റെ മോനും എല്ലാരെ പോലെ നടക്കുന്ന ആലോചിക്കുമ്പോ സന്തോഷം തോന്നുക. കരയാതെ അമ്മേ. രണ്ടറ്റും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഞങ്ങൾക്ക് ഈ ജന്മത്ത് വെപ്പുകാല് വെക്കാനുള്ള കാശ് സമ്പാദിക്കാൻ പറ്റില്ലായിരുന്നു. ഇതിനൊക്കെ കാരണം നീയാ പാറു. നീ ചെയ്ത പുണ്യത്തിന് നിനക്ക് പട്ടണത്തിൽ നിന്ന് നല്ല സർക്കാർ ജോലിയുള്ള ഒരു ചെക്കന്റെ ബന്ധം തന്നെ കിട്ടട്ടെ. അയ്യടാ, അനുഗ്രഹിക്കുന്ന പോലെ 8ന്റെ പണി തരുന്ന കണ്ടോ? എന്നെ ആരും പട്ടണത്തിലേക്ക് കയറ്റിവിടാന്ന് കരുതണ്ട. ഞാൻ എന്റെ കുടുംബത്തെയും ഈ കൂട്ടുകാരെയൊക്കെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. ഏത് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും എന്റെ വീട്ടിൽ താമസിക്കുമെങ്കിൽ മാത്രമേ
ഞാൻ കല്യാണം കഴിക്കൂ. ശരി, അതൊക്കെ പോട്ടെ. മറക്കാതെ അമ്പാടിയും കൂട്ടി നാളെ ആശുപത്രിയിലേക്ക് പോണേ. പോകാം മോളെ. എന്നാ ഞാൻ പോട്ടെ. ആ ശരി, ശരി, ബൈ. ടാറ്റാ. ചേട്ടാ, കൊട്ടു തുടങ്ങല്ലേ?